എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ നാളെ വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അതായത് ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ TC വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഓൾറെഡി അതായത് ആ ഒരു പേജിൽ തന്നെ നോൺ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യാനുള്ള അവസരം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത സമയത്ത് ഇതുപോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളിടത്ത് നോൺ ജോയിൻഡ് ഇൻ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും അപ്പോൾ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നോൺ ജോയിൻഡിങ് സിംഗിൾ വിൻഡോ സിസ്റ്റം കാൻഡിഡേറ്റ് ഈസ് ഓൾറെഡി അഡ്മിറ്റഡ് ഇൻ സ്കൂൾ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒരു മെസ്സേജ് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടേതായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും TC ഇഷ്യൂ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും പ്രൈവറ്റായിട്ട് ഏതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതായത് പ്രൈവറ്റായിട്ട് കോളേജുകളിൽ ഈ ഒരു +1 +2 പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു +1 പഠിക്കാവുന്നതാണ്. അപ്പോൾ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ഈ ഒരു അവസരം നൽകാറില്ല. മുൻ വർഷവും നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം ഒരു അവസരം നൽകുമെന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നതെങ്കിലും ഈ ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ TC ഇഷ്യൂ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർ എല്ലാവരും പ്രൈവറ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കിനി ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷ നൽകാനും സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കാരണം പുതുതായിട്ട് നൽകുന്ന സമയത്ത് ആ ഒരു നമ്പർ മാറ്റി നൽകി കഴിഞ്ഞാലും ഇതേ രീതിയിൽ മുൻപത്തെ ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കുകയും അതുപോലെ തന്നെ ഓൾറെഡി ഈ ഒരു സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് ഇന്ന ആപ്ലിക്കേഷൻ നമ്പറാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി അഡ്മിഷനല്ല അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് വഴിയും അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ SSLC സ്കീം അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ളതിനായിട്ട് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫ്രീക്വൻലി ആസ്ക്ഡ് ഡൗട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് സ്കൂൾ വൈസ് വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്കൂളിലും എത്ര വാക്കൻസീസാണ് ഉള്ളത് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളും ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്കൂളൊന്നും ഓപ്ഷനായിട്ട് വെക്കരുത്. അതുപോലെ ഒരു വാക്കൻസി മാത്രമുള്ള സ്കൂളിലെ ആ ഒരു ഓപ്ഷൻ മാത്രം വെക്കരുത്. അതായത് ആ ഒരു ഓപ്ഷൻ വെക്കാം, പക്ഷെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ആ ഒരു സ്കൂളിലെ വേക്കൻസിയിലേക്ക് കൂടി ഓപ്ഷൻ വെക്കണം. അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓപ്ഷൻ വെക്കുക. അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള വേക്കൻസി ലിസ്റ്റും വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ
സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എത്ര വേക്കൻസീസാണ് ഉള്ളത് എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ SC ST അതുപോലെ തന്നെ ജനറൽ എന്നിങ്ങനെയൊക്കെ എത്ര ജനറൽ സീറ്റിൽ എത്ര വേക്കൻസി ഉണ്ട്, SC ST വിദ്യാർത്ഥികൾക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. ഓൾറെഡി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അതായത് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയ്ക്കായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുകയും അതുപോലെ വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും വെക്കാം. മിനിമം നിങ്ങൾ ഒരു 10-20 ഓപ്ഷനെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഇത് റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും ഓപ്ഷൻ വെക്കുക. ഓഗസ്റ്റ് 9-ാം തീയതി രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും ഫീസും സഹിതം വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് ഹാജരാവേണ്ടതാണ്. 12 മണിക്ക് ശേഷം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.